നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഓട്സ് റെസിപ്പിയാണ്. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി അരക്കപ്പ് ഓട്സ് എടുത്തിട്ടുണ്ട്. അരക്കപ്പ് എന്ന് പറയുമ്പോൾ 250 ml കപ്പിൽ അരക്കപ്പ് ഓട്സാണ് എടുത്തേക്കുന്നത്. ഇതിപ്പോൾ 2 പേർക്ക് കഴിക്കാൻ പാകത്തിനുള്ളതാണ്. ആദ്യം തന്നെ ഓട്സ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഓട്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് പാലിലും വേവിച്ചെടുക്കാം. കുട്ടികൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പാലിൽ വേവിച്ചാലും കുഴപ്പമില്ല. പക്ഷേ മുതിർന്നവർക്ക്, അതായത് ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് അല്ലെങ്കിൽ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കൊക്കെ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് വെള്ളത്തിൽ വേവിച്ചെടുത്തതിന് ശേഷം ആവശ്യമുള്ള പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഇവിടെ ഞാനിപ്പോൾ ഒരു അരക്കപ്പ് ഓട്സ് എടുത്തതുകൊണ്ട് തന്നെ അറൗണ്ട് ഒരു 1.5 കപ്പ് വെള്ളമെങ്കിലും ഒഴിക്കണേ. അല്ലെങ്കിൽ നമുക്ക് എത്രയാണോ കൺസിസ്റ്റൻസി ആവശ്യമുള്ളത് അതനുസരിച്ച് വെള്ളം ചേർക്കുക. വെള്ളം കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി അടുത്തായിട്ട് കുറച്ച് നട്ട്സും കൂടി എടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഓട്സൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് നട്ട്സും കൂടി ചേർക്കണേ. നട്ട്സ് ചേർത്താൽ കുറച്ചുകൂടി ഹെൽത്തിയാണ്, അതുപോലെ തന്നെ നല്ലൊരു ഫുൾനെസ് കിട്ടുകയും ചെയ്യും. നട്ട്സ് ചേർക്കുമ്പോൾ ഞാനിവിടെ കുറച്ച് വാൾനട്ടും അതുപോലെ തന്നെ ബദാമുമാണ് എടുത്തേക്കുന്നത്. പിസ്ത വേണമെങ്കിലും ചേർക്കാം. എൻ്റെ കയ്യിൽ പിസ്ത ഇല്ലാത്തതുകൊണ്ട് അത് ചേർത്തിട്ടില്ല. പിന്നെ പീനട്ട്, അതായത് കപ്പലണ്ടി ഒന്നും ചേർക്കല്ലേ. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വയ്ക്കുക. കുറച്ച് ഡേറ്റ്സും കൂടി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം വലിയ ഡേറ്റ്സ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേന് ചേർക്കാം, പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ തേനോ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല, ഡേറ്റ്സ് മാത്രമാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കിയതിന് ശേഷം ഓട്സ് ഒന്ന് വേവിച്ചെടുക്കാം. ഓട്സ് വേവിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, ഒത്തിരി അങ്ങ് ഓവർ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മാക്സിമം 2 അല്ലെങ്കിൽ 3 മിനിറ്റ് മാത്രം ഓട്സ് വേവിച്ചാൽ മതിയാകും. ഇതുപോലെ ഒരു സ്റ്റീൽ പാത്രം എടുക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ഓട്സ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഡയബറ്റിക് പേഷ്യൻസ് ഓട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ഓട്സ് കഴിച്ചാൽ പെട്ടെന്ന് തന്നെ ഷുഗർ ലെവൽ കൂടത്തില്ല. ഇതിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് കഴിച്ചാൽ പെട്ടെന്ന് വിശക്കില്ല. അതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസിനും വളരെ നല്ലതാണ്. കൊളസ്ട്രോൾ പേഷ്യൻസും ഓട്സ് കഴിക്കുന്നത് വളരെ നല്ലതാണ്. എങ്ങനെയെന്ന് വെച്ചാൽ ഓട്സ് കഴിക്കുമ്പോൾ ചീത്ത കൊളസ്ട്രോൾ, അതായത് LDL കുറയ്ക്കാനും അതുപോലെ തന്നെ HDL നല്ല കൊളസ്ട്രോൾ നിലനിർത്താനും സഹായിക്കും. ഇത്രയും ഗുണങ്ങളുള്ളതുകൊണ്ട് തന്നെ ഓട്സ് ഒരിക്കലും ഓവർ കുക്ക് ചെയ്യില്ലേ. മാക്സിമം ഒരു 2 അല്ലെങ്കിൽ 3 മിനിറ്റ്. അങ്ങനെ ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക ചേർക്കുന്നുണ്ട്. അതിൻ്റെ തോല് കളഞ്ഞിട്ട് സീഡ് മാത്രമാണ് ചേർക്കുന്നത്. ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എനർജി പാക്ഡ് തന്നെ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഒരു 11 മണിക്ക് ഇതുപോലെ ഓട്സ് വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതിൽ ധാരാളം ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുണ്ട്. അതായത് ബീറ്റാ ഗ്ലൂക്കൺ എന്ന നാര് ഉള്ളതുകൊണ്ട് തന്നെ ഇൻസുലിൻ്റെ പ്രവർത്തനം കുറച്ചും കൂടി മെച്ചപ്പെടുത്തുകയും ചെയ്യും. മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയോ തേനോ ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പാണ് ചേർക്കുന്നത്. അടുത്തായിട്ട് ഇതിലോട്ട് പാല് ചേർത്തെടുക്കാം. പാല് ചേർക്കുമ്പോൾ ഫാറ്റ് കുറഞ്ഞ പാൽ, അതായത് ലോ ഫാറ്റ് പാൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇപ്പോൾ ഒരു അരക്കപ്പ് പാലാണ് എടുത്തേക്കുന്നത്. നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് അതനുസരിച്ച് പാല് ചേർക്കുക. കഴിയുന്നത് ഫുൾ ഫാറ്റ് ഒന്നും എടുക്കല്ലേ. പാലും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പാലൊന്ന് തിളച്ച് വരുന്നവരൊന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ആക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അതനുസരിച്ച് പാല് ചേർക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ചൂടുവെള്ളം ചേർത്തിട്ട് എടുക്കുക. പിന്നെ ഓട്സ് ഒന്ന് തണുക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളമോ അല്ലെങ്കിൽ പാല് ചേർക്കാനായിട്ടുള്ളത്. ഇപ്പോൾ കുടിക്കുന്ന രീതിയിലായിട്ടാണ് ഓട്സ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ലൂസാക്കുക. അതല്ല സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരി കുടിക്കുന്നതാണ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയായെങ്കിലും കുഴപ്പമില്ല. എങ്ങനെയാണോ നമുക്കിഷ്ടം അതനുസരിച്ച് റെഡിയാക്കി എടുക്കുക. പാല് ചേർത്തതിന് ശേഷം ഇതുപോലെ തിളച്ച് വന്നാൽ ഫ്ലെയിം ഓഫ് ആക്കുക. അപ്പോൾ മാക്സിമം എല്ലാം കൂടി എടുത്തത് ഒരു 5 മിനിറ്റാണ്. ഇത് തന്നെ മതിയാവും. ഇത് കൂടിപ്പോയി കഴിഞ്ഞാൽ ഓട്സ് ഓവർ കുക്കായി പോവും. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നട്ട്സും ഡേറ്റ്സും കൂടി ചേർത്ത് കൊടുക്കുക. ഇതിലിപ്പോൾ ഞാൻ തേനോ അല്ലെങ്കിൽ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. ചൂടിക്കിടന്നതിന് നട്ട്സും ഡേറ്റ്സും കൂടി നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഡേറ്റ്സ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ചെറിയൊരു മധുരം ഉണ്ടാവും. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സിന്നമൺ പൗഡർ, അതായത് കറുവാപ്പട്ട പൊടിച്ചത് വേണമെങ്കിലും ചേർത്താൽ നല്ലതാട്ടോ. വെയിറ്റ് ലോസിനും നല്ലതാണ്, ഡയബറ്റിക് പേഷ്യൻസിനും നല്ലതാണ്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ അതും കൂടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ഓട്സ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഹെൽത്തിയാണ്. പിന്നെ മധുരം കുറച്ച് വേണം തോന്നുകയാണെങ്കിൽ സെർവ് ചെയ്യുന്ന സമയത്ത് കുറച്ച് തേനും കൂടെ ചേർത്തിട്ട് സെർവ് ചെയ്യുക. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ ലൈക്കും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യാൻ സപ്പോർട്ട് ചെയ്തേക്കണേ. ഇനി ചൂടോടെ തന്നെ സെർവിങ് ബൗളിലോട്ട് മാറ്റാം. ഇനി ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് പംകിൻ സീഡ്സും കുറച്ച് നട്ട്സും കൂടി ചേർക്കുന്നുണ്ട്.
വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ കൂടെ കുറച്ച് പഴവും കൂടി ചേർക്കുന്നുണ്ട്. പഴം ചേർക്കുമ്പോൾ ഒത്തിരി അങ്ങ് റൈപ്പായ പഴം ചേർക്കല്ലേ. ഞാനിപ്പോൾ കുറച്ച് ചിക്കിറ്റാണ് ചേർക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ രസകദളി ഉണ്ടല്ലോ, അത് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇത് കുറച്ച് പീസ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇത് കുറച്ച് ഭംഗിയുണ്ടാവും. ഇത് കഴിക്കുമ്പോൾ ഇടയ്ക്ക് പഴവും നട്ട്സൊക്കെ കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. ഇത് വളരെ സിമ്പിളാണ്, എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയാണ്. ഓട്സിൻ്റെ ഗുണങ്ങൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. ഇതുപോലെ നിങ്ങൾ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ അവരിഷ്ടത്തോടെ കഴിക്കും. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് മധുരം കൂടെ ചേർക്കണേ, കുറച്ച് തേന് ചേർക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. പറ്റുന്ന പോലെ സന്തോഷിച്ചിട്ടിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണും. താങ്ക്